My precious children of God, I welcome all of you to this day's special program. എന്റെ വിലയേറിയ ദൈവമക്കളെ, ഇന്നത്തെ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Today is Good Friday. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. The Lord gave his life on the cross. കർത്താവ് ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞ സുദിനം Just for you and for me. നിങ്ങൾക്കും എനിക്കും വേണ്ടി To be blessed abundantly. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി. Hallelujah. ഹല്ലേലൂയ. What a great day it ഈ is. ദിവസം എത്ര മഹത്തായ സുദിനമാണ്. We read about the sufferings of Jesus Christ on this ഈ day. ദിവസം നമ്മൾ യേശുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. From the Bible, Luke chapter 23, 33 to 46. If you read, you will know all about ലൂക്കോസ് this. 23 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ നിന്നും യേശുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള സകലതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. Today is Good Friday. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. Good Friday means cross. ദുഃഖവെള്ളിയാഴ്ച എന്നാൽ എന്താണെന്ന് അറിയാമോ? On the cross, Jesus gave his life for you and for me to deliver us from all sins, sickness and all the problems of this പാപത്തിൽ world. നിന്നും രോഗത്തിൽ നിന്നും ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ജീവൻ വെടിഞ്ഞ സുദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. 1 Peter 2:24 says, Jesus himself bore our sins in his own body on the tree, that is cross, that we have died to sins, might live for righteousness, by whose stripes we are healed. പത്രോസ് 2:24 പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനെ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. The body of Jesus was broken to pieces. യേശുവിന്റെ ശരീരം നുറുക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. He shed the blood from head to foot. ശിരസ്സ് മുതൽ പാദം വരെ യേശുവിന് മുറിവേറ്റു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. Let us look to the cross. ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്താം. How much he has loved us, my precious children of God. ദൈവമക്കളെ, യേശു എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. For every one of us, he gave his life on the cross. നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശു ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞു. Suffered from head to യേശു foot. തന്റെ ശരീരത്തിൽ ശിരസ്സ് മുതൽ പാദം വരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. He has broken to pieces. യേശു നുറുക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. Imagine all those യേശു sufferings. അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കുമേ. We are not able to bear even a single small pain or something. നമുക്ക് ചെറിയൊരു വേദന പോലും പലപ്പോഴും സഹിക്കാനാവുന്നില്ല. But how much pain he would have suffered on the cross from head to foot. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ എത്രമാത്രം കഠിന വേദനകൾ സഹിച്ചിരിക്കും. Why? എന്തുകൊണ്ട്? To give you peace. നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ, To give you salvation. നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ, To bring you out of all curses. സകല ശാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ. And you should enjoy the peace of God that passeth all സകല understanding. ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അനുഭവിച്ചറിയുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന്. This is the reason Jesus gave his life on the cross on this day. ഈ ദിവസം യേശു ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞതിന് കാരണം ഇതാകുന്നു. And there was a man called Saul. ശൗൽ എന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. He was doing everything against Jesus Christ. അവൻ യേശുക്രിസ്തുവിനെ എതിരായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. He killed all the people who were following Jesus Christ and having God's peace. യേശുവിനെ അനുഗമിച്ച് ദൈവ സമാധാനം അനുഭവിച്ചിരുന്ന സകലരെയും അവൻ പിടികൂടി കൊന്നുകളഞ്ഞു. He killed such people. അവൻ അതുപോലെയുള്ള എല്ലാവരെയും കൊല ചെയ്തു. Romans 9:23 says, റോമർ 9:23 പറയുന്നു, he was a vessel of wrath. അവൻ ഒരു കോപപാത്രമായിരുന്നു. Vessel of wrath. കോപപാത്രം. My friends, you may be going in the same എന്റെ path. സ്നേഹിതന്മാരെ, ഒരുപക്ഷെ നിങ്ങളും ഇതേ വഴിയിലൂടെ പോകുകയായിരിക്കാം. Sometimes when I conduct meetings, after the meeting I used to pray for the people. ചിലപ്പോൾ ഞാൻ യോഗങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ യോഗാനന്തരം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. Some young boys will come to me ചില യൗവനക്കാർ എന്റെ അരികിലേക്ക് വരും. and ask me one thing. അവർ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടും. Auntie, I'm not able to stop drinking all the time. I need drinking, then only I'm pleased. അവർ പറയും, ആന്റി, എനിക്ക് മദ്യപാനം നിർത്തുവാൻ കഴിയുന്നില്ല. എപ്പോഴും എനിക്ക് മദ്യപിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. What should I do? ഞാൻ എന്ത് ചെയ്യും?
Help me, auntie. ആന്റി എന്നെ സഹായിക്കണമേ. I used to pray much ഞാൻ further, അവർക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. crying within my heart. ഞാൻ എന്റെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും. Lord, you gave your life on the cross for such people. കർത്താവേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂസിൽ അങ്ങയുടെ ജീവൻ വെടിഞ്ഞത്. Deliver these thy children. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് വിടുവിക്കണമേ. Yes, my precious children. അതെ, എന്റെ ദൈവമക്കളെ, We are under the curses of this world. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന്റെ ശാപത്തിൻ കീഴിലാകുന്നു. So many sinful നിരവധി characters. പാപ സ്വഭാവങ്ങൾ ഈ ലോകത്തിലെ ജനങ്ങളിലുണ്ട്. No peace in the home. ഭവനങ്ങളിൽ സമാധാനമില്ല. A drunkard husband. മദ്യപാനികളായ ഭർത്താക്കന്മാർ, Husband who beats everybody at home. അവർ വീട്ടിലുള്ള എല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കുന്നു. And the wives who are giving problem to their husbands and children. ഭർത്താക്കന്മാരെയും മക്കളെയും ഉപദ്രവിക്കുന്ന ഭാര്യമാർ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ. Children ചിലപ്പോൾ മക്കൾ giving problem to the parents. കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു. So many things are happening പലതും ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് because of sin, പാപം നിമിത്തം, sinful habits. പാപ സ്വഭാവങ്ങൾ നിമിത്തം. My friends, you may be under the habit of sinfulness. സ്നേഹിതന്മാരെ, നിങ്ങളിലും ഒരുപക്ഷെ പാപ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം. You may be doing all kinds of sins in your own life. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യുകയായിരിക്കാം. Just to deliver you, the Lord gave his life on the cross. നിങ്ങളെ വിടുവിക്കുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ തന്റെ ജീവൻ വെടിഞ്ഞത്. If you read Galatians 2:20, നിങ്ങൾ ഗലാത്യർ 2:20 വായിക്കുകയാണെങ്കിൽ, what did the Lord do to a man called Saul? അവിടെ ശൗലിന്റെ ജീവിതത്തിൽ കർത്താവ് എന്താണ് ചെയ്തത്? He was, as I told you earlier, as we read in Romans 9:23, he was a vessel of wrath. റോമർ 9:23 ശൗൽ ഒരു കോപപാത്രമായിരുന്നു. But Jesus came to him one day, എന്നാൽ ഒരു ദിവസം യേശു അവനെ തേടി ചെന്നു. spoke to him with all love, സ്നേഹത്തോടെ അവനോട് സംസാരിച്ചു. and he became a vessel of mercy. പിന്നീട് അവൻ ഒരു കരുണാപാത്രമായി തീർന്നു. His life was completely അവന്റെ transformed. ജീവിതം സമ്പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. He became a servant of അവൻ God. ഒരു ദൈവദാസനായി തീർന്നു. His name became അവന്റെ Paul. പേര് പൗലോസ് എന്നായി മാറി. How much suffering he went through after that for the sake of the Lord. അതിനുശേഷം ക്രിസ്തുവിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. In the same way, my precious brothers and sisters, അതുപോലെ തന്നെ എന്റെ പ്രിയ സഹോദരങ്ങളെ, right now let us think about our own life. ഇപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. Paul writes like this: പൗലോസ് ഇപ്രകാരം എഴുതുന്നു: I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ. Just the loving word of Jesus Christ made him a completely different kind of man. യേശു ക്രിസ്തുവിന്റെ സ്നേഹനിർഭരമായ വാക്കുകൾ ശൗലിനെ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാക്കി മാറ്റി. A man who was doing all wrong things became a man of God. തെറ്റായ പ്രവൃത്തികൾ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ദൈവ മനുഷ്യനായി തീർന്നു. How it happened? അതെങ്ങനെയാണ് സംഭവിച്ചത്? Jesus shed his blood on the യേശു cross. ക്രൂശിൽ തന്റെ രക്തം ചിന്തി, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. Romans chapter 5 verse 9 says, now being justified by his blood, we shall be saved റോമർ from 5:9 wrath വാക്യം through him. പറയുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. How he transformed us after that. അതിനുശേഷം എങ്ങനെയാണ് യേശു നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്? Malachi chapter 4 verse 2 says, മലാക്കി 4:2 വാക്യം പറയുന്നു, but to you who fear my name, the Son of Righteousness shall arise with healing in his wings. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. Oh, you'll shine for the glory of നിങ്ങൾ God. ദൈവനാമ മഹത്വത്തിനായി പ്രകാശിക്കും. That's what happened in the life of Paul. അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. What beautiful message he has written in his books. സന്ദേശങ്ങളാണ് അദ്ദേഹം തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ.
By reading it itself, people are getting ആ saved. ലേഖനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ജനങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. How God has made him a spiritual man, അത്ഭുതകരമായിട്ടാണ് ദൈവം അദ്ദേഹത്തെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റിയത്, a man of God. ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റിയത്. Same blessings are coming upon you, my friend. എന്റെ സ്നേഹിതന്മാരെ, അതേ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും ചൊരിയപ്പെടുന്നു. Confess all your നിങ്ങളുടെ sins. പാപങ്ങളെയെല്ലാം ഏറ്റുപറയുവിൻ. That's the only thing you have to do. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതാണ്. Remember that you are a sinner. നിങ്ങൾ ഒരു പാപിയാണെന്ന കാര്യം ഓർക്കുവിൻ. Confess all your sins before the നിങ്ങളുടെ Lord. പാപങ്ങളെ ദൈവത്തിന്റെ മുൻപാകെ ഏറ്റുപറയുവിൻ. That's why he shed his blood on the cross. അതിനുവേണ്ടിയാണ് യേശു ക്രൂസിൽ തന്റെ ജീവൻ വെടിഞ്ഞത്. With that precious blood he will cleanse you and make you new ആ man. വിലയേറിയ രക്തത്താൽ യേശു നിങ്ങളെ കഴുകി വെടിപ്പാക്കും, നിങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റും. Now, my friends, we are going to അപ്പോൾ pray നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. and give our life completely to നമ്മുടെ God. ജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ പോകുന്നു. What a great day it ഈ is. ദിവസം എത്ര മഹത്തായ സുദിനമാണ്. We are out of all our സകല curses, ശാപങ്ങളിൽ നിന്നും വിടുതൽ നേടിയിരിക്കുന്നു. all our sinful habits. സകല പാപ സ്വഭാവങ്ങളിൽ നിന്നും We are becoming a new person in Christ. നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുന്നു. Let us all receive this blessing right ഇപ്പോൾ now. നമുക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹം പ്രാപിക്കാം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious Heavenly Father, thank you, Lord, for the sacrifice you made on the cross just for all of us. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങ് ക്രൂശിൽ ചെയ്ത ത്യാഗത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. You are broken to pieces from head to feet. കർത്താവേ, ശിരസ് മുതൽ പാദം വരെ അങ്ങേക്ക് മുറിവേറ്റു, അങ്ങ് തകർക്കപ്പെട്ടു. Thank you, Lord, for your wonderful love. കർത്താവേ, അങ്ങയുടെ അത്ഭുത സ്നേഹത്തിന് നന്ദി. Remember all those who are crying for the ഇപ്പോൾ salvation, രക്ഷയ്ക്ക് വേണ്ടി അങ്ങയോട് നിലവിളിക്കുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. those who are still having the thirst of drinking ആരെല്ലാം ഇപ്പോഴും മദ്യപിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ ജീവിക്കുന്നുവോ, and doing adulterous things, വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടുന്നുവോ, stealing മോഷ്ടിക്കുന്നുവോ, and fighting with people, ജനങ്ങളോട് കലഹിക്കുന്നുവോ, all sorts of sinful സകല activities. വിധത്തിലുമുള്ള പാപ പ്രവൃത്തികൾ ചെയ്യുന്നുവോ, Father, have mercy upon all such people. കർത്താവേ, അങ്ങനെയുള്ളവരോട് അങ്ങ് മനസ്സലിയണമേ. Those who are crying for the salvation, Lord, touch them, ആരെല്ലാം Lord. രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി നിലവിളിക്കുന്നുവോ, കർത്താവെ, അങ്ങ് അവരെ സ്പർശിക്കണമേ. Lay thy mighty hand upon അങ്ങയുടെ them. ബലവത്തമുള്ള കരം അവരുടെ മേൽ വെക്കണമേ. Deliver them, അവരെ Lord. വിടുവിക്കണമേ. Deliver them, അവരെ Lord. വിടുവിക്കണമേ. Unless you touch them, Lord, nobody can deliver കർത്താവേ, them. അങ്ങ് അവരെ തൊട്ടില്ലെങ്കിൽ മറ്റാർക്കും അവരെ വിടുവിക്കാനാവില്ല. Deliver them from all sins, സകല പാപത്തിൽ നിന്നും അങ്ങ് അവരെ വിടുവിക്കണമേ. all സകല curses, ശാപങ്ങളിൽ നിന്നും all their talkings, unwanted talkings, and making fights with the people. All these nature should go right now. അനാവശ്യമായി സംസാരിച്ച് ജനങ്ങളോട് കലഹിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ. Give them salvation, Father. പിതാവേ, അവർക്ക് രക്ഷ നൽകണമേ. Let them receive salvation right അവർ now. ഇപ്പോൾ രക്ഷ പ്രാപിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Through the blood you shed on the cross, save your ആ people. ക്രൂശിൽ ചിന്തിയ രക്തത്തിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് രക്ഷിക്കണമേ. Those who are crying, Lord, save them, കർത്താവേ, അങ്ങയോട് Lord. നിലവിളിക്കുന്നവരെ അങ്ങ് രക്ഷിക്കണമേ. Cleanse them with your അങ്ങയുടെ blood. രക്തത്താൽ അവരെ കഴുകി Give വെടിപ്പാക്കണമേ. them a new life. അവർക്ക് പുതിയൊരു ജീവിതം നൽകണമേ. This Good Friday should be a blessed day in their lives, വെള്ളിയാഴ്ച Father. അവർക്ക് അനുഗ്രഹീതമായ ദിവസമാകട്ടെ. Do a miracle. അത്ഭുതം ചെയ്യണമേ. Do a miracle. അത്ഭുതം ചെയ്യണമേ. Thank you, Lord, for your love. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.